മലപ്പുറത്തെ പോലീസ് അന്വേഷണത്തിൽ പ്രതീക്ഷയുണ്ടെന്ന് മലപ്പുറം പള്ളിപ്പുറത്ത് നിന്ന് കാണാതായ വിഷ്ണുജിത്തിന്റെ അമ്മ 24നോട് പറഞ്ഞു. മകൻ തിരിച്ചു വരുമെന്നാണ് അമ്മയുടെ പ്രതീക്ഷ. വിഷ്ണുജിത്തിനെ കുറിച്ച് ചില വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്ന് പോലീസ് അറിയിക്കുന്നു. പ്രതീക്ഷ ഉണ്ട്, അവരങ്ങനെ പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. ഇപ്പോൾ അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നാളെ നേരം വെളുക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും ഒന്ന് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. അപ്പോൾ അവർ ഇന്നിപ്പോൾ ന്യൂസ് ചാനലിൽ വന്നതുകൊണ്ട് SP-ൻ്റെ അടുത്ത് പോയി പരാതി കൊടുത്തതുകൊണ്ട് ഇങ്ങനെ 2 ബാച്ചായിട്ട് പോയിട്ടുണ്ട് എന്നവർ പറഞ്ഞപ്പോൾ ഒരു പ്രതീക്ഷയുണ്ട്, എവിടെയെങ്കിലും ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ട്. അവന് വേണ്ടിയിട്ടാണ് ഞാൻ ജീവിക്കണേ. അവനില്ലാണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റില്ല. അവൻ വന്നിട്ടില്ലെങ്കിൽ ഞാൻ ഉണ്ടാവില്ല, ഉറപ്പാണ്. എനിക്ക് പറ്റില്ല, അവനില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. അവനറിയുന്ന കാര്യമാണ്, അവൻ എവിടെ ഉണ്ടെങ്കിലും വരും. ഒരമ്മയുടെ ചങ്കുപൊട്ടിയുള്ള വേദനയാണത്. ഈ കാണാതായ വിഷ്ണുജിത്തിനെ ഓഗസ്റ്റ് 4-ാം തീയതി രാത്രി 7:45 പാലക്കാട് KSRTC സ്റ്റാൻഡിൽ എത്തിയതിൻ്റെ CCTV ദൃശ്യങ്ങളും പുറത്തു വന്നു. വിഷ്ണുജിത്ത് കോയമ്പത്തൂരിലുണ്ടെന്ന് സൂചന ലഭിക്കുകയാണ്. ഈ ദൃശ്യങ്ങൾ 24 ലഭിച്ചു. അതിൻ്റെ CCTV ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. മലപ്പുറത്ത് നിന്ന് സമീർ ബിൻ കരീം വിശദാംശങ്ങളുമായി ചേരുന്നു. സമീർ, ഗുഡ് മോർണിംഗ്. സമീർ, യഥാർത്ഥത്തിൽ ഇയാളുടെ യാത്ര എങ്ങോട്ടാണ് എന്ന് പോലീസിന് മനസ്സിലായിട്ടുണ്ടോ? SK പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണം നടത്തുകയാണ്. എന്നാൽ ഇതുവരെ ഈ യുവാവിനെ കണ്ടെത്താനായിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ അന്വേഷണത്തിൽ ഏറ്റവും നിർണായകമാകാവുന്ന CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ 24 പുറത്തുവിടുന്നത്. കാണാതായ ദിവസം 4-ാം തീയതി വൈകുന്നേരം 7:45 പാലക്കാട് KSRTC ബസ് സ്റ്റാൻഡിൽ വിഷ്ണുജിത്ത് എത്തിയതിന്റെ CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ 24ലൂടെ കാണുന്നത്. കോയമ്പത്തൂരിലേക്കുള്ള KSRTC ബസ്സിലേക്ക് കോയമ്പത്തൂർ ഭാഗത്തേക്ക് പോകുന്ന KSRTC ബസ്സിലേക്ക് ഈ വിഷ്ണുജിത്ത് പ്രവേശിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. ഒരു വെളുത്ത ഷർട്ട് ധരിച്ച ബാഗ് ഇട്ടുവരുന്ന യുവാവാണ് വിഷ്ണുജിത്ത്. ആ വിഷ്ണുജിത്ത് കോയമ്പത്തൂർ ബസ്സിലേക്ക് പ്രവേശിക്കുന്നതിന്റെ CCTV ദൃശ്യങ്ങളാണിത്. അതുകൊണ്ട് തന്നെ പോലീസ് കണക്കാക്കുന്നത് യുവാവ് പാലക്കാട് ജില്ലയിലല്ല, മറിച്ച് കോയമ്പത്തൂരിലാണ് വിഷ്ണുജിത്ത് ഉള്ളത് എന്നത് പോലീസിന് നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് മനസ്സിലായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ ഭാഗത്തേക്കും പോലീസ് അന്വേഷണം വ്യാപിപ്പിക്കുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട സൂചന പോലീസിനും ലഭിച്ചിരുന്നു. ഒപ്പം തന്നെ ഈ വിഷ്ണുജിത്തിനെ ഈ ബസ് സ്റ്റാൻഡിൽ കൊണ്ടുവിട്ട സുഹൃത്തും സമാനമായ രീതിയിൽ വിവരം അറിയാവുന്ന ഒരാളാണ് എന്നുള്ള നിഗമനവും പോലീസിനുണ്ട്. ഇക്കഴിഞ്ഞ 4-ാം തീയതിയാണ് ഈ വിഷ്ണുജിത്ത് എന്ന് പറയുന്ന മലപ്പുറം പള്ളിപ്പുറം സ്വദേശിയായിരിക്കുന്ന 30-കാരനായ യുവാവിനെ പാലക്കാട്ടേക്ക് പോയതിനു ശേഷം കാണാതാകുന്നത്. ഇന്നലെ യുവാവിന്റെ വിവാഹമായിരുന്നു നടക്കേണ്ടിയിരുന്നത്. ഈ വിവാഹത്തിന്റെ ആവശ്യത്തിനായി പണം കണ്ടെത്തുന്നതിന് വേണ്ടി സുഹൃത്തിന്റെ അടുത്തേക്ക് പണം വാങ്ങുന്നതിന് വേണ്ടിയാണ് ഈ യുവാവ് പാലക്കാട്ടേക്ക് പോകുന്നത്. പിന്നീട് വൈകുന്നേരം 8 മണിയായിട്ടും തിരിച്ചു വരാത്ത ഒരു സാഹചര്യം ഉണ്ടായി. അതിന് പിന്നാലെ കുടുംബം നടത്തിയ അന്വേഷണത്തിലും യുവാവ് കുടുംബത്തെ അറിയിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വിഷ്ണുജിത്തിനെ കാണാതായി എന്നുള്ള കാര്യം എല്ലാവരും തന്നെ മനസ്സിലാക്കുന്നത്. എന്നാൽ താൻ ഏറ്റവും ഒടുവിൽ വിഷ്ണുജിത്തിന്റെ അമ്മയെ അറിയിച്ചിരുന്നത് താൻ ബന്ധുവീട്ടിൽ ഇന്ന് 4-ാം തീയതി താമസിക്കുമെന്നും 5-ാം തീയതി രാവിലെ വീട്ടിലേക്ക് തിരിച്ചു വരുമെന്നുള്ളതുമായിരുന്നു വിഷ്ണുജിത്തിന്റെ അമ്മയെ വിഷ്ണുജിത്ത് അറിയിച്ചത്. എന്നാൽ പിറ്റേ ദിവസം രാവിലെയായിട്ടും വിഷ്ണുജിത്തിനെ കാണാത്തൊരു സാഹചര്യം ഉണ്ടായതോടു കൂടിയാണ് കുടുംബം ദുരൂഹത ആരോപിച്ച് മലപ്പുറം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുന്നത്. അന്ന് തന്നെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും പോലീസ് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. എന്നാൽ ഇന്നലെ രാവിലെ 24 ഈ വിഷ്ണുജിത്തിനെ കാണാതായ വാർത്ത പുറത്തുവിട്ടതിന് പിന്നാലെ പോലീസ് അന്വേഷണം കൂടുതൽ ഊർജിതമാവുകയായിരുന്നു. പോലീസ് 2 ടീമുകളായി തിരിച്ചുകൊണ്ട് പാലക്കാടിന്റെ വിവിധയിടങ്ങളിൽ അന്വേഷണവും തെരച്ചിലും നിലവിൽ നടത്തിക്കൊണ്ടുവരികയാണ്. ഈ കാണാതായ 4-ാം തീയതി വൈകുന്നേരം 8:10 കൂടി കഞ്ചിക്കോട് ഭാഗത്ത് വെച്ചാണ് ഈ യുവാവിന്റെ മൊബൈൽ ഫോൺ ഓഫായത് എന്നുള്ള കാര്യം പോലീസ് പറഞ്ഞിരുന്നു. ഏതായാലും അന്ന് 7:45 ഈ യുവാവ് KSRTC ബസ്സിൽ പ്രവേശിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നത്. ഏതായാലും ഈ അന്വേഷണത്തിൽ ഏറെ നിർണായകമാകുന്ന പോലീസിന് വളരെ കൃത്യമായ സൂചന ലഭിക്കാവുന്ന ഒരു CCTV ദൃശ്യമാണിത്. SK ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഈ വിഷ്ണുജിത്തിന്റെ വീട്ടിലേക്ക് പോകുമ്പോഴുള്ള അവിടുത്തെ ഒരു അവസ്ഥ വല്ലാതെ നമ്മളെ ഒരു സങ്കടപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ്. കാരണം ഇന്നലെ രാവിലെ നമ്മളോട്